ഇന്നത്തെ വീഡിയോ ഒരു അപൂർവമായിട്ടുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഒരു കാൽ ഞൊണ്ടി. ചെടികളിലും വികലാംഗനായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. ഒരു കാൽ ഞൊണ്ടി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിൻ്റെ പൂവ് ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് തന്നെ ഇത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പൂന്തോട്ടത്തിൽ വെച്ച് വളർത്തിയാൽ മരുന്ന് ഔഷധ ചെടിയായിട്ട് ഉപയോഗിക്കാം, മരുന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാൽ ഞൊണ്ടി എന്ന് പറയുന്ന ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നട്ട് വളർത്തിയാൽ അണുക്കളെ നശിപ്പിക്കാനുള്ള ശക്തി, മറ്റ് അണുക്കളൊന്നും നമ്മളെ ആക്രമിക്കുകയൊന്നും ചെയ്യില്ല. ഈ ചെടി ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ള അണുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുള്ളതാണ് ഈ ഒരു കാൽ ഞൊണ്ടിയുടെ പ്രത്യേകത. പിന്നെ ഇത് കഫരോഗങ്ങളെ ശമിപ്പിക്കും. അതിൻ്റെ ഇല സാധനങ്ങളെടുത്ത് നമ്മൾ കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. പിന്നെ പാമ്പ് വിഷത്തിന്, സാധാരണ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വിഷവൈദ്യന്മാരുടെ അടുത്ത് പോയിരുന്നു. വിഷവൈദ്യന്മാർ ഇത് പാമ്പ് വിഷത്തിന് മറുമരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, നട്ട് വളർത്തി ഇതിൻ്റെ ഇലയും നീരും എല്ലാം മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണത്. അപ്പോൾ പാമ്പ് വിഷത്തിന് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ചെവിവേദനയ്ക്ക്, ചെവി പഴുപ്പിന് ഇത് ഇലയും തണ്ടും എല്ലാം കൂടെ അരച്ച് അതിൻ്റെ നീര് ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദനയും ചെവി പഴുപ്പും മാറിക്കിട്ടും. അപ്പോൾ ഈ വെളുത്ത പൂവിൻ്റെ പ്രത്യേകത ആണ് മറ്റുള്ള പൂക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാൽ ഞൊണ്ടി എന്ന് പറയുന്ന ഈ ഔഷധച്ചെടി കമ്പ് വിത്തുണ്ടാവില്ല. ഇത് നമുക്ക് വെറുതെ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വർഷകാലത്ത് ഞാറ്റുവേലയിൽ തൈകളുണ്ടാവും. അപ്പോൾ ചെടിയായിട്ടും വളർത്താം, മരുന്നായിട്ടും വളർത്താം. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു ചെറിയ വീഡിയോകളുമായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ വരാം. നന്ദി, നമസ്കാരം.